ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധ സഭ 15 ദിവസം നോയമ്പിലൂടെ കടന്നുപോകുന്ന ദിനങ്ങളിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയ എന്ന ബാലികയെ സംബോധന ചെയ്യുന്നത് കൃപ ലഭിച്ചവളെ എന്നാണ്. ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിച്ച് താഴ്മയോടെ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന ദാനമാണ് ദൈവകൃപ എന്നുള്ളത്. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാനും ഈ ദൈവകൃപ നമുക്ക് സഹായമായി തീരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവിക ശക്തിയാണ് ദൈവകൃപയെന്ന് പൗലോസ് ലീഹായെ ക്രിസ്തു ബോധ്യപ്പെടുത്തുന്നു. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുന്നു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 74-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനശേഷം സക്രിയ പുരോഹിതൻ ദൈവകൃപയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധിയിലും നീതിയിലും ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവകൃപ ലഭിക്കുകയുള്ളൂ. ദൈവകൃപയുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് പൗലോസ് ലീഹ തന്റെ ലേഖനങ്ങളിൽ ഒരുപാട് തവണ വിവരിക്കുന്നുണ്ട്. അവിടെയെല്ലാം പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള ദൈവിക ശക്തിയായിട്ടാണ് ദൈവകൃപ കാണുന്നത്. അങ്ങനെയെങ്കിൽ കേവലം ബാലികയായ മറിയ എന്ന ആ പെൺകുട്ടിക്ക് ബാല്യത്തിൽ തന്നെ ഈ ദൈവകൃപ ലഭിച്ചു എന്നുണ്ടെങ്കിൽ അവൾ ദൈവസന്നിധിയിൽ എത്രമാത്രം നീതിയോടുകൂടിയും വിശുദ്ധിയോടും കൂടിയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് നാം ഓർക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവകൃപ ലഭിച്ച ഒരു വ്യക്തിയെ നാം ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അടുത്ത വാക്യത്തിൽ കൃപ ലഭിച്ച നോഹയുടെ പ്രത്യേകതയും വായിക്കുന്നു: നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. അവൻ ദൈവത്തോടുകൂടെ നടന്നു. ദൈവകൃപ ലഭിച്ച നോഹയ്ക്കും ദൈവമാതാവിനും ചില സാമ്യതകൾ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും തങ്ങളുടെ തലമുറകളിൽ നിഷ്കളങ്കരും നീതിയുള്ളവരും ദൈവത്തോടുകൂടെ നടന്നവരുമായിരുന്നു. ഇവർ രണ്ടുപേരിലൂടെയും ഒരു വീണ്ടെടുപ്പ് നടത്തുകയായിരുന്നു. അതിക്രമം കൊണ്ട് നിറഞ്ഞ ഭൂമിയെ നശിപ്പിക്കാൻ ദൈവം ഒരുങ്ങിയപ്പോൾ കൃപ ലഭിച്ച നോഹയ്ക്കും അവനോടുകൂടെ ഉള്ളവർക്കും ഒരു രക്ഷ നൽകി വീണ്ടെടുത്തു. എന്നാൽ കൃപ ലഭിച്ച മറിയത്തിന്റെ ഉദരത്തിൽ ജന്മം കൊണ്ട് യേശുക്രിസ്തുവിലൂടെ സകല ജഡത്തിനും പാപത്തിൽ നിന്നുള്ള മോചനവും നിത്യരക്ഷയും നൽകി ദൈവം മനുഷ്യരാശിയെ വീണ്ടെടുത്തു. കൃപ ലഭിച്ചവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ താഴ്മയും അനുസരണവും ഉള്ളവരായിരുന്നു. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത് അനുസരണയുള്ള നോഹയെ ഉൽപ്പത്തി 6:22 നാം കാണുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സ്വയം താഴ്ന്നു കൊടുക്കുന്ന മറിയത്തെ നാം ലൂക്കോസിന്റെ സുവിശേഷം 1:38 കാണുന്നു. ഏദനിൽ ദൈവത്തോടു കൂടെ നടന്നു എങ്കിലും ആദ്യ മാതാവായ ഹൗവയ്ക്ക് പാമ്പിന്റെ രൂപത്തിൽ സാത്താൻ നൽകിയ ഉപദേശം അനുസരിച്ചപ്പോൾ അത് മാനവരാശിയുടെ ആത്മീയ മരണത്തിന് കാരണമായി തീർന്നുവെങ്കിൽ ദേവാലയത്തിലെ ശുശ്രൂഷക്കാരിയായി ദൈവത്തോടു കൂടെ നടന്ന കന്യക മറിയത്തിന് സാത്താന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവിക കൃപ ലഭിച്ചതുകൊണ്ട് ഗബ്രിയേൽ ദൂതനിലൂടെ നൽകിയ ദൈവിക ഉപദേശം അനുസരിച്ചപ്പോൾ ഹൗവയുടെ പാപത്തിന് പരിഹാരമായവന് ജന്മം നൽകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. കൃപ ലഭിച്ചവരുടെ മറ്റൊരു പ്രത്യേകതയാണ് സഹനങ്ങൾ സഹിക്കുക എന്നുള്ളത്. ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചപ്പോൾ മുതൽ ഗോൽഗുത്തായുള്ള തമ്പുരാന്റെ യാത്രയിൽ മാതാവ് വഹിച്ച ത്യാഗങ്ങളൊക്കെയും ഓർക്കുമ്പോൾ ആ ദൈവിക കൃപ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഷ്ടതയും പരിഹാസവും ഭീഷണിയും ഭീതിയും ഏകാന്തതയും മരണവുമൊക്കെ തന്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ പരിശുദ്ധ മാതാവ് അതിനെയെല്ലാം അതിജീവിച്ചത് ഈ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ലോകത്തിൽ അശാന്തിയുടെയും അസമാധാനത്തിന്റെയും യുദ്ധങ്ങളുടെയും നാളുകളിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് മാതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് പോലെ അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും മുന്തിരിവള്ളിയിലെ അനുഭവം ഉണ്ടായില്ലെങ്കിലും ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലെങ്കിലും ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകാതിരുന്നാലും എനിക്ക് യഹോവയിൽ ആനന്ദിക്കുവാൻ സാധിക്കുമെന്ന് ദൈവകൃപയുള്ളവന് പറയുവാൻ സാധിക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുന്ന ഈ ദിവസങ്ങളിൽ ദൈവമാതാവിനെ പോലെ ദൈവത്തോട് കൂടെ നടന്ന് നീതിയും വിശ്വസ്തയും താഴ്മയും നിഷ്കളങ്കതയും അനുസരണയുമുള്ള ഒരു ജീവിതം നയിച്ച് ദൈവിക കൃപ നേടി പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ സർവശക്തൻ നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വചനം നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.